ആദ്യത്തെ ഒരു ചെയ്യുമ്പോ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാത്തിന്? ഏതാടോ ഈ മുന്തിയനം? ബിക്കിനി എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്യൂമാണ്, ഇന്നേഴ്സ് ആണ്. ആ ഇന്നേഴ്സ് ഇടുന്നതിന് നമ്മൾ എന്നാത്തിന് മടി കാണിക്കണം? കൊച്ചമ്മ ചരക്ക ഗീവറെ ദൈവദോഷം പറയരുത്. കൊച്ചമ്മ ചരക്ക നല്ല അടിപൊളി സാധനം. നമ്മള് വീട്ടിൽ ഓൾറെഡി അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരുപാട് ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയകൾക്ക് വേണ്ടിയിട്ടും ചെയ്തിട്ടുണ്ട്, അല്ലാതെ കമ്പനികൾക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ സാധിക്കുന്നു? വട കാണിക്കുന്ന വടയക്ഷി. എന്നിട്ട് ചേച്ചി ഇവിടെ വടക്ക് തുളയിട്ടോണ്ട് നിൽക്കണം. വട എന്ന് പറയുമ്പോൾ ഉഴുന്നുവട, അതാണോ ഉദ്ദേശിച്ചത്? ഒരു വടയും കാണിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന വട ഇതാണെന്നും പറഞ്ഞാൽ വടയും കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അതാണ്ട് വലിയ കാര്യമായിരിക്കും. അതില് ബിക്കിനി ഉണ്ട്, നൂടുണ്ട്, എല്ലാം. ഇന്ന് കളിയുണ്ടോ ചെമ്പകം? ഈ 30,000 രൂപ കൊടുത്ത് ചായ കുടിക്കാൻ പറ്റും, അതെന്താ സംഭവം? അപ്പൊ അങ്ങനെയും ചില നാടകങ്ങൾ ഞാൻ അറിയാതെ നടക്കുന്നുണ്ടായിരുന്നല്ലേ. ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇത് എമൗണ്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്റെ കൂടെ എനിക്കൊരു 5 മിനിറ്റ് ദൈർഘ്യം ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ഒരു കോഫി കുടിക്കുന്നതിന് 30,000 രൂപ എന്ന് പറഞ്ഞു. അത് അയ്യോ ദാരിദ്ര്യം വെടി വഴിപാടാണല്ലേ. അതിന്റെ അകത്ത് ടാക്സ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എനിക്കൊരു കോഫി കുടിക്കണം, ചേട്ടൻ എന്റെ കൂടെ വരുമോ, എനിക്ക് ചോദിക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളൊരു കൊച്ചിനോട് പോയിട്ട് ഇതുപോലെ നമുക്ക് ഇതിന് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിളിച്ചോണ്ട് വന്ന ആ കൊച്ചു വരുമോ? ഇല്ല. അപ്പൊ അവളുടെ വീട്ടില് അനുവാദത്തോടെ അല്ലേ വരത്തുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ അവളും പെണ്ണല്ലേ, നിങ്ങളെ പോലെയാണ് എല്ലാ സ്ത്രീകളും ഒന്ന് കരുതിയോ. അപ്പൊ എനിക്കിട്ട ഒരു ചായ കുടിക്കണമെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ വരുവാണെങ്കിൽ 30,000 രൂപ സോഫ്റ്റ്വെയർ ഇതിലിട്ട് കഴിഞ്ഞാൽ ഞാൻ വരും. നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം, നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാ പറയും. സ്വാഭാവികമായും പറഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട. ഇങ്ങനെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിനകത്ത് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. സ്വാഭാവികമല്ലേ. മറ്റടത്തെ തേങ്ങ ഇൻസൾട്ട് ചെയ്യണേ മോളെ. അപ്പൊ എന്റെ കൂടെ ഒരു ചായ കുടിക്കണം, ഗൗരി ചേച്ചി എന്റെ ഫാനാണ് അല്ലെങ്കിൽ ഫാൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് ഒരു കയറുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവരുടെ കൂടെ രാവിലെ ഒരു റെസ്റ്റോറന്റിൽ പോയി ഫുഡും കഴിച്ച് നമ്മളിപ്പോ അവിടെ മൊത്തം കൂടെ 30,000 രൂപ ആവില്ലല്ലോ. എന്തായാലും ഒരു 10 രൂപയുടെ ചായ. നിന്റെ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ നിനക്ക് ആള് മാറിപ്പോയി. അത് അതിൻ്റെതായ രീതിയിൽ അവിടെ ഞാൻ സംസാരിച്ചു. അത് 30 പോയി 60 60 പോയിട്ട് ഒരു 5 ലക്ഷം രൂപ വരെ വന്നെത്തി. അത് 6 മടക്കി നിന്റെ കോണാത്തി കൊണ്ടുവച്ചാണ്. ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മേഡം പോവും? എങ്ങോട്ട് വിളിച്ചാല്? പടത്തിലൊക്കെ അഭിനയിക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു വേറെന്താണ് വിളിച്ചാല്. ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. പടത്തിൽ അഭിനയിക്കാനായിട്ട് വിളിച്ചു. പടത്തില് എന്നെ അങ്ങനെ വിളിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ചോദ്യം അതായിരുന്നില്ലല്ലോ, വിളിച്ചാൽ എന്നുള്ളതാണ്. ഇയാളെ എന്നെ കോച്ചാൻ വന്നാണോ? അല്ല നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന് നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട. ജസ്റ്റ് ഒരു സെൽഫി എടുക്കാം, പടത്തിൽ അഭിനയിക്കാൻ. അന്ന് അങ്ങനെ ചോദിക്കണമായിരുന്നു. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ആരുടെ കൂടെ അഭിനയിക്കാൻ ഇങ്ങനെ ഇടാ മോനെ, നീ എന്നെ വിളിച്ചു വരുത്തിട്ട് ആക്ഷേപിക്കുന്ന ഒരു ഇതുണ്ട് കേട്ടോ. തോന്നിയല്ല ഇന്ത്യൻ മിത്തോളജി. ആരേലും ഈ ചോദ്യങ്ങൾ എന്റെ പ്രേക്ഷകർ കാണുമ്പോ അവരെന്നെ വേറെ വിധത്തില് തെറ്റിദ്ധരിക്കും. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത് പുല്ലുവില. പൃഥ്വിരാജ് കൂടി അഭിനയിക്കാൻ താല്പര്യമുണ്ട്. പൃഥ്വിരാജ് എന്നെ വിളിക്കുന്നു. കൂടി താല്പര്യമുണ്ട്. അങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നെ ട്രോളും. നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. ബിഗ് ബോസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബിഗ് ബോസിൽ പോകൂല. കാരണം അതിൽ പോയിട്ട് ഉള്ള ജീവിതവും കൂടെ കൊഞ്ഞാട്ടയാക്കി കളയാൻ എനിക്ക് താല്പര്യമില്ല. ഇനി അതും കൂടി മതി, ബാക്കിയല്ലായി. വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാം. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായി.